രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാലക്കാട് SFIയുടെ പ്രതിഷേധം നടക്കുകയാണ്. പാലക്കാടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ SFIയുടെ പ്രതിഷേധം നടക്കുന്നത്. ആ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാമെന്ന് തോന്നുന്നു. ടി നന്ദഗോപാലാണ് വിവരങ്ങൾ നൽകാനുള്ളത്. നന്ദഗോപാൽ, വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണെന്ന് തോന്നുന്നു. എങ്ങനെയാണ് SFIയുടെ പ്രതിഷേധം? SFI രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതിയിൽ ശക്തമായ പ്രതിഷേധത്തിന് കൂടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. പാലക്കാട് നഗരത്തിലാണ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ SFIയുടെ പ്രതിഷേധം നടക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചിത്രമുള്ള ലുക്കൌട്ട് നോട്ടീസ് അത് ഇവിടെയുള്ള യാത്രക്കാർക്ക് വിതരണം ചെയ്യുകയാണ് SFI പ്രവർത്തകർ. സംഭവത്തിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് SFIയുടെ തീരുമാനം. ഈ ഒരു പരാതി വന്നതിന് പിന്നാലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചുള്ള വിവരമൊന്നും ഇല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയിട്ടുണ്ടായിരുന്നു. ഈ ഘട്ടത്തിലാണ് SFIയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പ്രതിഷേധം, ഒരു വ്യത്യസ്തമായ പ്രതിഷേധം SFIയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ചെറിയ രീതിയിലുള്ള പോസ്റ്ററുകൾ അടിച്ച് അത് ഈ യാത്രക്കാർക്ക്, ഈ സ്റ്റേഡിയം സ്റ്റാൻഡിലെ യാത്രക്കാർക്കൊക്കെ വിതരണം ചെയ്യുകയാണ്. തങ്ങളുടെ MLAയെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ പോസ്റ്ററുകൾ SFI വിതരണം ചെയ്യുന്നത്. അങ്ങനെ ഒരു വ്യത്യസ്തമായ പ്രതിഷേധം SFIയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇവിടെ SFIയുടെ ഒരു പ്രതികരണത്തിലേക്ക് കൂടെ കിടക്കാം. ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ഈ വിഷയങ്ങളെല്ലാം കഴിഞ്ഞ് 38 ദിവസങ്ങൾക്ക് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പാലക്കാടെത്തുന്നത്. പാലക്കാടെത്തി ഒളിഞ്ഞും പാത്തും 1-2 പരിപാടികളിൽ പങ്കെടുക്കണം. ആ ഒളിഞ്ഞും പാത്തും പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷം എല്ലാവരെയും അറിയിച്ചുകൊണ്ട് പരിപാടിയിൽ പങ്കെടുക്കുന്നത് പിരായിരിയിൽ വെച്ചാണ്. ആ പിരായിരിയിൽ വെച്ച് നടന്നിട്ടുള്ള പരിപാടിയിൽ അവിടുത്തെ യൂത്ത് കോൺഗ്രസ്സുകാരും മുസ്ലിം ലീഗുകാരും രാഹുൽ മാങ്കൂട്ടത്തെ തോളിലേറ്റി നടന്നിട്ടുള്ള ആളുകളായിട്ട് നമ്മൾ കുറച്ച് ദിവസം മുമ്പ് കണ്ടതാണ്. ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഇത്രയാണ്: യൂത്ത് കോൺഗ്രസ്സുകാരും ഈ പറയുന്ന ലീഗുകാരുൾപ്പെടെ പ്രചരണത്തിനടക്കുമ്പോൾ, രാഹുൽ മാങ്കൂട്ടത്തിനെ തോളിലേറ്റി നടക്കുമ്പോൾ അവരുടെ എല്ലാം വീടുകളിൽ 2 ദിവസം കൊണ്ടുപോയി ഇരുത്താൻ ഈ മാന്യ വ്യക്തിയെ തയ്യാറുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. യൂത്ത് കോൺഗ്രസും കോൺഗ്രസും UDFും ഉൾപ്പെടെ ലീഗ് ഉൾപ്പെടെയുള്ള ആളുകൾ എന്ത് തണ്ടിത്തരം ചെയ്താലും തെമ്മാടിത്തരം ചെയ്താലും അതൊന്നും ഒരു കുഴപ്പവുമില്ല, ഞങ്ങൾ സംരക്ഷിക്കും എന്നുള്ള നിലയിലേക്ക് മാറിയിരിക്കുകയാണ്. അതാണ് UDFിന്റെ കൺവീനറായിട്ടുള്ള അടൂർ പ്രകാശ് അവരുടെ UDF കൺവീനറുടെ ഉൾപ്പെടെ പ്രസ്താവനയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്ന അതാണ്. അതുകൊണ്ട് ശക്തമായിട്ടുള്ള പ്രതിഷേധം ഈ നാടിനകത്ത് SFI ഉയർത്തുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇത് തന്നെയാണ് SFIയുടെ നിലപാട്. നേരത്തെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉയർന്ന ഘട്ടത്തിൽ രാഹുൽ വിവിധ പരിപാടികളിൽ, പാലക്കാട് വിവിധ പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ അവിടെയൊക്കെ SFI ആദ്യഘട്ടത്തിൽ പ്രതിഷേധം. അവരെന്താണ് പ്രതിഷേധത്തിന്റെ ഭാഗമായി എന്താണ് ചെയ്യുന്നത്? എന്തോ നോട്ടീസുകളൊക്കെ വിതരണം ചെയ്യുകയും ആളുകളോട് വിവരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. എന്താണ് അവരുടെ പ്രതിഷേധ പരിപാടി, പ്രതിഷേധ രീതി എന്താണ്? ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിഷേധങ്ങളടക്കം ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രതിഷേധങ്ങളുടെ തുടർച്ചയിൽ പിന്നീട് പ്രചരണ പരിപാടികൾ ഉൾപ്പെടെ നന്ദഗോപാൽ കേൾക്കാമെങ്കിൽ ഇവിടെ SFI ഇപ്പോൾ ഇത്തരത്തിൽ പോസ്റ്ററുകൾ സ്റ്റാൻഡിന് പരിസരത്തായി ഒട്ടിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ഈ സ്റ്റേഡിയം സ്റ്റാൻഡിൽ നിരവധി ആളുകൾ വരുന്ന ഒരു പ്രതിഷേധ സ്ഥലമാണ്. ഇവിടെയാണ് SFIയുടെ ഒരു പ്രതിഷേധം ഇപ്പോൾ അരങ്ങേറുന്നത്. സ്റ്റേഡിയം സ്റ്റാൻഡിൽ ബസ്സുകൾ നിർത്തുന്ന ഭാഗത്ത് തൂണുകളിൽ ഉൾപ്പെടെ രാഹുലിൻ്റെ ലുക്കൌട്ട് നോട്ടീസ് SFI ഇവിടെ പതിക്കുകയും ചെയ്യുന്നുണ്ട്. ആളുകൾക്ക് നേരത്തെ വിതരണം ചെയ്തിരുന്നു. അതിനോടൊപ്പം തന്നെയാണ് ഇത്തരത്തിൽ എല്ലാ സ്ഥലത്തും പോസ്റ്ററുകൾ ഒട്ടിച്ച് വയ്ക്കുകയും ചെയ്യുന്നത്. അങ്ങനെ
രാഹുലിനെതിരെ വ്യക്തമായ ശക്തമായ പ്രതിഷേധം നടത്താൻ തന്നെയാണ് SFI തീരുമാനിച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിലും ഈ പ്രതിഷേധം തുടരാൻ തന്നെയാണ് തീരുമാനം എന്നുള്ളത് SFIയുടെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ രാഹുൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്ന സമയത്ത് സമാനമായ രീതിയിലുള്ള പ്രതിഷേധം SFIയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഏതായാലും പോലീസ് രാഹുലിന് വേണ്ടിയുള്ള അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ജില്ല വിട്ടു പോയിട്ടില്ല എന്നുള്ള നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. അതായത് രാഹുൽ ഈ പാലക്കാട് വിട്ടുപോയാൽ അത് ഈ കേസിനെ പ്രതികൂലമായി ബാധിക്കും എന്നുള്ള നിയമോപദേശം രാഹുലിന് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നിന്നും രാഹുൽ വിട്ടുപോയിട്ടില്ല എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. മറ്റു വിവരങ്ങളൊന്നും തന്നെ രാഹുലുമായി ബന്ധപ്പെട്ട ഇപ്പോഴും പോലീസിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ജില്ലയുടെ പല ഭാഗങ്ങളിലായി അന്വേഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ജില്ലകളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുമുണ്ട്. ഇന്ന് രാവിലെ രാഹുലിൻ്റെ പേഴ്സണൽ അസിസ്റ്റന്റും ഒപ്പം തന്നെ ഡ്രൈവറും ഉൾപ്പെടെയുള്ളവർ ഓഫീസിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. ഇതിൽ പേഴ്സണൽ അസിസ്റ്റന്റിന്റെ ഫോൺ കഴിഞ്ഞ വ്യാഴാഴ്ച സ്വിച്ച് ഓഫ് ആയതായിരുന്നു. പക്ഷേ ഇവർ തിരിച്ച് ഓഫീസിലേക്ക് എത്തുകയും ചെയ്തു. രാഹുൽ ജാമ്യാപേക്ഷ നൽകിയതിന് പിന്നാലെയാണ് ഇവർ തിരിച്ച് എത്തിയത്. ഈ ഘട്ടത്തിൽ ഇവർക്കും രാഹുലുമായി ബന്ധപ്പെട്ട കാര്യമായ വിവരങ്ങളൊന്നും തന്നെ ഇല്ല. കഴിഞ്ഞ ദിവസം ഓഫീസ് പൂട്ടിയിട്ടത് സ്റ്റാഫുകൾ വന്ന് തുറന്നപ്പോൾ ഇവർക്കും ഇതുമായി ബന്ധപ്പെട്ട